നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്ന് ഇന്ത്യയുടെ പ്രതിരോധ കരുത്തിന്റെ ഖ്യാതി ലോകം മുഴുവനും പടർന്നിരിക്കുകയാണ്. പാകിസ്ഥാൻ തൊടുത്ത ഓരോ നീക്കങ്ങൾക്കും തടയിടാൻ ഇന്ത്യക്ക് സഹായകമായി തീർന്നത് മിസൈൽ പ്രതിരോധ സംവിധാനമായ ആകാശ് ആയിരുന്നു. ഇപ്പോഴിതാ ആകാശ് മിസൈൽ സംവിധാനത്തിന്റെ പരിഷ്കരിച്ച പതിപ്പായ ആകാശ് നെക്സ്റ്റ് ജനറേഷൻ അഥവാ ആകാശ് NGയുടെ പരീക്ഷണം ഉടനെ നടത്താനുള്ള ഒരുക്കത്തിലാണ്. ഇതിനോടകം ഒട്ടേറെ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയ ആകാശ് NGയുടെ കാര്യക്ഷമത ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഇനി ഹിമാലയൻ മേഖലയിലുള്ള പരീക്ഷണമാണ് നടക്കുക. 2 മാസത്തിനുള്ളിൽ ഈ പരീക്ഷണം നടത്തപ്പെടുമെന്ന വിവരമാണ് ലഭ്യമാകുന്നത്. നിലവിൽ സേനയുടെ ഭാഗമായിരിക്കുന്ന ആകാശ് 1S 25 മുതൽ 30 കിലോമീറ്റർ പരിധിയുള്ള ലക്ഷ്യങ്ങളെയാണ് തകർക്കാൻ കഴിയുകയെങ്കിൽ ആകാശ് NGക്ക് 70 മുതൽ 80 കിലോമീറ്റർ വരെയുള്ള ലക്ഷ്യങ്ങളെ തീർക്കാനാകും. അതുപോലെ തന്നെ ആകാശ് 1S പ്രതിരോധ സംവിധാനം കരയിൽ നിന്ന് ആകാശത്തെ ലക്ഷ്യങ്ങളിലേക്ക് പ്രയോഗിക്കുന്ന സർഫസ് ടു എയർ മിസൈൽ സംവിധാനമാണ്. പുതിയ പതിപ്പായ ആകാശ് NGക്ക് മുൻ പതിപ്പിനെ അപേക്ഷിച്ച് 2 റോക്കറ്റ് മോട്ടോറുകളാണുള്ളത്. ഡ്യുവൽ പൾസ് സോളിഡ് റോക്കറ്റ് മോട്ടോറുകളാണ് മിസൈലിനെ മുന്നോട്ട് ചലിപ്പിക്കുക. അതുപോലെ KU-ബാൻഡ് ആക്റ്റീവ് റഡാർ സീക്കറാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. 2021 എയ്റോ ഇന്ത്യ പ്രതിരോധ പ്രദർശനത്തിൽ ഇന്ത്യ ഈ റഡാർ സീക്കർ അവതരിപ്പിക്കുകയുണ്ടായി. വളരെ വേഗതയിൽ കുതിച്ചെത്തുന്ന മിസൈലുകൾ, റഡാർ ക്രോസ് സെക്ഷൻ കുറവുള്ള സ്റ്റെൽത്ത് വിമാനങ്ങൾ, ഡ്രോണുകൾ, ക്രൂയിസ് മിസൈലുകൾ തുടങ്ങിയവയെ നശിപ്പിക്കാനുള്ള അത്യാധുനിക സംവിധാനം ആകാശ് NGയിലുണ്ട്. ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്ന ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറേ മൾട്ടി ഫംഗ്ഷൻ റഡാർ, ഒപ്റ്റിക്കൽ പ്രോക്സിമിറ്റി ഫ്യൂസ് എന്നീ സംവിധാനങ്ങൾ ആകാശ് NGയെ കൂടുതൽ അപകടകാരിയാക്കി തീർക്കുന്നു. പരിഷ്കരിച്ച പതിപ്പിന്റെ ലോഞ്ചറിലും വ്യത്യാസമുണ്ട്. ആകാശ് NGയിൽ പ്രത്യേക കാനിസ്റ്ററിൽ നിന്നാണ് മിസൈലുകൾ തൊടുക്കുക. അതിനാൽ തന്നെ മിസൈൽ പ്രയോഗിക്കപ്പെടുന്നത് എവിടെ നിന്നാണെന്ന് പെട്ടെന്ന് കണ്ടെത്താൻ കഴിയില്ല. ഇന്ത്യയുടെ വൈവിധ്യമാർന്ന ഭൂപ്രദേശങ്ങളിൽ എവിടെയും ഏതു നേരത്തും വിന്യസിക്കാനാകും വിധമാണ് ആകാശ് NG രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതിനോട് സാമ്യം പുലർത്തുന്ന പാശ്ചാത്യ സംവിധാനങ്ങളിൽ പ്രയോജനപ്പെടുത്തുന്ന മിസൈലുകൾക്ക് 6 കോടി രൂപ വരെ മുടക്കേണ്ടതായുണ്ട്. എന്നാൽ ആകാശ് NG മിസൈലിന് 2 കോടി രൂപ മാത്രമേ ചെലവ് വരുന്നുള്ളൂ. ലഡാക്ക് അടക്കമുള്ള ഉയർന്ന പ്രദേശങ്ങളിൽ ആകാശ് NGയുടെ മിസൈൽ സംവിധാനം ഉപയോഗിച്ചുള്ള പരീക്ഷണമാണ് ഇനി നടക്കുന്നത്. ലഡാക്ക് പോലെ അന്തരീക്ഷ സാന്ദ്രത കുറവുള്ള പ്രദേശങ്ങളിൽ ഇതിന്റെ പ്രവർത്തനവും കൃത്യതയും എത്രമാത്രമുണ്ടെന്ന് കണക്കാക്കാനാണ് ഇത്തരമൊരു പരീക്ഷണം. അതിതീവ്രമായ തണുപ്പും കാറ്റും ദുർഘട പർവ്വത പ്രദേശങ്ങളും ഉള്ളതിനാൽ ആകാശ് NGയിലെ മിസൈൽ പ്രതിരോധ സംവിധാനം അത്തരം സാഹചര്യങ്ങളിൽ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് വിലയിരുത്തി ആവശ്യമെങ്കിൽ മാറ്റങ്ങൾ വരുത്തിയാകും സൈന്യത്തിന്റെ ഭാഗമാക്കുക. നിലവിൽ ഇന്ത്യൻ വ്യോമസേനയിൽ 15 ആകാശ് 1S സ്ക്വാഡ്രണുകളും കരസേനയിൽ 4 എണ്ണവുമാണുള്ളത്. യുദ്ധരംഗത്ത് കാര്യക്ഷമത തെളിയിക്കപ്പെട്ട ഈ മിസൈൽ പ്രതിരോധ സംവിധാനം ഇന്ത്യയുടെ പക്കൽ നിന്നും വിവിധ രാജ്യങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. അർമേനിയ 6000 കോടി രൂപയ്ക്ക് ഈ സംവിധാനം വാങ്ങിക്കഴിഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിനിടയിലെ ആകാശിന്റെ മിന്നും പ്രകടനം ലോകരാജ്യങ്ങൾക്കിടയിൽ ചർച്ചാ വിഷയമായതോടെ ബ്രസീൽ, ഫിലിപ്പീൻസ്, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങൾ ഈ സംവിധാനം വാങ്ങുന്നതിനുള്ള താല്പര്യവും പ്രകടമാക്കിയിട്ടുണ്ട്. ആകാശ് 1S അപേക്ഷിച്ച് ഒട്ടേറെ സവിശേഷതകളുള്ള ആകാശ് NG പരീക്ഷണങ്ങൾക്ക് ശേഷം ന്യൂനതകൾ പരിഹരിച്ച് ഇന്ത്യൻ സേനയുടെ ഭാഗമായി മാറുന്നതോടെ രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങളുടെ കരുത്തും ശേഷിയും ഒന്നുകൂടെ ഊട്ടിയുറപ്പിക്കപ്പെടും. വാർത്തയുടെ നിറം തേടി തനിനിറം.